എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ പാലക്കാട് നിന്ന് ഇപ്പോൾ വന്നിട്ട് 10 ദിവസത്തിലേറെയായി. 10 ദിവസത്തിൽ ഞങ്ങൾ 20-ാം തീയതിയാണല്ലോ അവിടെ നിന്ന് തിരിച്ചത്. ഇന്ന് 31 11 ദിവസമായി. കുറച്ച് ദിവസം രണ്ടാമത്തെ മകൻ്റെ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ തിരുവനന്തപുരത്താണിപ്പം 3-4 ദിവസമായിട്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ 7-ാം തീയതി ഇവിടുന്ന് രണ്ടാമത്തെ മകൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും എല്ലാവരും കൂടി. കാരണം എന്നാ വെച്ചാൽ 8-ാം തീയതി എൻ്റെ നേരെ ഇളയ സഹോദരൻ FCIയിൽ വർക്ക് ചെയ്തിരുന്നു. അവൻ മരിച്ചുപോയി. അവൻ്റെ മൂത്ത മകളുടെ ഗൃഹപ്രവേശമാണ്. അപ്പോൾ ആ ഫംഗ്ഷനിൽ സംബന്ധിച്ചതിന് ശേഷം 9-നോ 10-നോ ഞങ്ങൾ പാലക്കാടേക്ക് അങ്ങ് പോകും. അതൊക്കെയാണ് എൻ്റെ വർത്തമാനങ്ങൾ, വിശേഷങ്ങൾ. ഇവിടെ വന്നിട്ട് ഇതുവരെയും ശരീരത്തിനൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ പാലക്കാട് ഏകാന്തതയാണ് എന്നെ അലട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ പേരക്കുട്ടികളും മകനും മരുമോളും അവിടെ, അതുപോലെ തന്നെ തിരുവല്ലയിലും അതുപോലെ തന്നെ ഇതിനൊന്നും അറിയണ്ട. നമുക്കൊരു ബാധ്യതയും ഇല്ലല്ലോ, അടുക്കളയിലെ കാര്യമോ മറ്റു കാര്യങ്ങളോ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വേവലാതി ഇല്ലല്ലോ കുട്ടികളുടെ അടുത്താകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒക്കെ ഇരിക്കുന്നു ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇതിനിടെ ഞാൻ നിങ്ങളോടൊരു സജഷൻ ചോദിക്കാൻ വേണ്ടി കൂടാണ് ഈ വീഡിയോ. അതായത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അവൾ ടീച്ചറാണ്. 2 പെൺകുട്ടികളുടെ മാതാവുമാണ്. മൂത്ത കുട്ടി കഞ്ചിക്കോട് പോളിടെക്നിക്കൽ ഗവൺമെൻറ് പോളിയിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടി 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളിപ്പം ഒരുപാട് നാളുകൊണ്ടാണ് അവളെ വിവരം വീണ്ടും ഞാൻ മുമ്പ് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് വിളിച്ച് പറയുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് അവളുമായിട്ട് അങ്ങനെ വലിയൊരു കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലായിരുന്നു. വാട്സപ്പിൽ പോലും അവൾ വരാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും അവളുടെ ജീവിത തിരക്കുകളൊക്കെ ആയിരിക്കുമല്ലോ എന്ന്. ഇപ്പോൾ അവൾ എന്നെ പലവട്ടം വിളിച്ചിരുന്നു, ഞാൻ പാലക്കാടാണെന്ന് കരുതിയിട്ട്. ഞാനിവിടെ എന്നാ വെച്ചാൽ ഇവിടെ പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുമ്പോൾ ഫോണൊന്നും എടുക്കലില്ല. ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ, പിള്ളേരിൻ്റെ അടുത്തൊക്കെ അല്ലേ. അപ്പോൾ ഫോൺ അങ്ങനെ എടുത്തില്ല. ഞാൻ വിളിയും കണ്ടില്ല, സത്യത്തിൽ കേട്ടുമില്ല. ഇന്ന് ഞാൻ മുകളിലേക്ക് വന്നപ്പോഴാണ് അവളുടെ വിളി വന്നത്. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പലവട്ടം ടീച്ചറെ വിളിച്ചത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചർ, ഞാൻ ഒരുപാട് മനപ്രയാസത്തിലാണ്. എന്താ കുട്ടി പറയൂ, എന്തേ? കുടുംബ പ്രശ്നം തന്നെ ടീച്ചർ. എൻ്റെ ഹസ്ബൻഡിനെ ടീച്ചർക്ക് അറിയാമല്ലോ. ഞാൻ വളരെ നല്ലൊരു ദാമ്പത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4-4.5 വർഷത്തോളമായി ടീച്ചർ. പുള്ളി ഞങ്ങളിൽ നിന്ന് അകന്നു. ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ. എന്നാൽ 2 വീട്ടിലല്ല, ഒരു വീട്ടിൽ തന്നെയാണ് താമസം. പക്ഷെങ്കിൽ പുള്ളി നേരെ ഓഫീസിൽ നിന്ന് വളരെ വൈകി വരും. നേരെ കയറി മുകളിലത്തെ നിലയിൽ പോയി ഒന്നുകിൽ TV കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഏതോ ഒരു ലോകത്തെന്നുള്ള മട്ടിൽ ഇരിക്കും. ഞാനുമായിട്ട് പിള്ളേരുമായിട്ട് ഒരു ബന്ധവും ഇല്ല ടീച്ചർ. കുട്ടികൾക്ക് ഈ കള്ള് കുടിച്ച് മറിഞ്ഞു വരുന്നതുകൊണ്ട് ഒരു ഭയം അച്ഛനെ. മക്കളും അച്ഛനും കൂടെ വളരെ ക്ലോസ് ആയിരുന്നത് പോയിട്ട് പിള്ളേർക്കിപ്പം ഒരു ഭയമാണ്. പുള്ളിയുടെ അടുത്തേക്ക് പോകാൻ പോലും എന്നും ഫുള്ള് കുടിച്ചിട്ടാണ് വരുന്നത്. ഈ കുടി മാത്രമാണെങ്കിൽ ഞാൻ സഹിച്ചേനും ടീച്ചർ. ഞങ്ങളോടൊരു ബന്ധവുമില്ല. പുള്ളി എന്നെ വളരെ അവഗണനയാണ്. എൻ്റെ മക്കളെ പ്രത്യേകിച്ച് എന്നെ കാണുന്നത് പോലും പുള്ളിക്ക് ദേഷ്യമാണ്. പിന്നീടാണ് ഞാനിപ്പോൾ 2 കൊല്ലമായിട്ട് അറിഞ്ഞിട്ട് പുള്ളിക്ക് അവിടെ ഒരു സ്ത്രീയുമായിട്ട്, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയുമായിട്ട് ബന്ധമാണ്. അവരുമായിട്ട് കാറിൽ കറങ്ങാൻ പോവുക, എടുക്കുക, ബീച്ചിൽ പോവുക. 3-4 ദിവസമൊക്കെ വീട്ടിൽ വരികയില്ല. എനിക്ക് വിഷമം എന്ന് വെച്ചാൽ ടീച്ചർ ഇതിന് വിട്ടു വരില്ല ഇനി. കാരണം അവർക്ക് ഭർത്താവില്ലാത്ത സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് മരിച്ചതാണ്. 2 ആൺകുട്ടികളുടെ അമ്മയുമാണ്. എന്നിട്ടാണ് ഈ കുട്ടികൾ അത്ര വലിപ്പമൊന്നുമില്ല, 8-9 പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. അവിടെ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടീച്ചർ ഭയങ്കരമായ മാനസിക പ്രശ്നമാണ്. ഞാൻ എന്താണ് ടീച്ചർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവളുടെ എന്നോടുള്ള ചോദ്യം. ഡൈവോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പുള്ളി അതിനും സമ്മതിക്കുന്നില്ല. ഇതിപ്പം കെട്ടിയിട്ടുകൊണ്ട് അടിക്കുന്ന പോലെ ടീച്ചർ. ഇവിടെ ഉണ്ട് പുള്ളി,
ബഹളത്തും കുറച്ച് സമയം ഇവിടെ ഉണ്ടാവുള്ളൂ. ആ സമയം മുഴുവൻ വഴക്കിനും വല്ലിനും വരികയും ചെയ്യും. ഒരു മൂലയ്ക്കെന്നാൽ വന്ന് മിണ്ടാതിരിക്കുകയുമല്ല. പ്രശ്നങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂടി ഇപ്പം എനിക്ക് ടീച്ചർ സഹിക്കുന്നില്ല, എന്നെ അനാവശ്യം പറയാൻ തുടങ്ങി. അതാ എനിക്ക് ഒട്ടും സഹിക്കാത്ത ടീച്ചർ അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അവളോട് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് 2-3 ദിവസം വേണം, ഇതിന് ഞാൻ നിന്നോട് എൻ്റേതായ സജഷൻ പറയാൻ എന്ന് പറഞ്ഞു വെച്ചു. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് തരാൻ എൻ്റെ ഉപദേശത്തോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റിയ, ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയാം. അപ്പം എൻ്റെ ഉപദേശങ്ങളുമായിട്ട് യോജിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻ ഇതിൽ പറയാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ എന്നോട് പറയണം. 2 പെൺകുഞ്ഞുങ്ങളാണ്, വീടും ഒന്നും ഇതുവരെയും വെച്ചില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 10,000 രൂപ വാടകയ്ക്ക്. അത് ഞാൻ പറഞ്ഞു, നിനക്ക് നല്ല ജോലിയുണ്ട്, ഹയർ സെക്കൻഡറിയിലാണ് പഠിപ്പിക്കുന്നത്, നല്ല സാലറിയാണ് കേട്ടോ, പിന്നെ നീ എന്തിനാ ഇത്രയും കിടന്ന് മനപ്രയാസപ്പെടുന്നതെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ നിന്നെ അവഗണിക്കുന്ന ഒരാളിനെ നീ എന്തിനാണ് അവഗണിക്കുന്നത്, അല്ല നീ എന്തിനാണ് പരിഗണിക്കാൻ പോകുന്നത്? നീ ആദ്യം കഴിവതും നോക്കിയില്ലേ കൂട്ടിച്ചേർത്ത് തന്നെ നടക്കാൻ, കൂട്ടിച്ചേർന്ന് ജീവിക്കാൻ. പക്ഷേ അവൻ തീരെ നിന്നെ വേണ്ടെന്ന് വെച്ചാൽ കുട്ടി ഇനി അത് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ സ്ഥിതിക്ക് വന്നോട്ടെ, നീ ഡൈവേഴ്സിന് ഒന്നും നിൽക്കണ്ട. ഡൈവേഴ്സ് അവൻ സമ്മതിക്കാത്തത് ഇവളോടുള്ള സ്നേഹം കൊണ്ടല്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ പണി പോകും, ജോലി പോകും. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇതാകാത്തത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പെൺകുഞ്ഞുങ്ങൾ എന്തിനു വേണ്ടി മനപ്രയാസം അനുഭവിക്കും അല്ലേ? ആലോചിച്ച് നോക്കൂ. അത് ആലോചിക്കുമ്പോൾ എന്നാലും എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, അവളോട് ഞാൻ പറയും, നിനക്ക് ജോലിയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, മിടുക്കരും സൽസ്വഭാവികളുമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. നീ കുഞ്ഞുങ്ങളെയും വളർത്തി നീ നിൻ്റെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ച്, വീട്ടുകാര്യങ്ങളൊക്കെ നിർവഹിച്ച് നീ സന്തോഷമായിട്ട്, ഇപ്പം കിട്ടിയ ജീവിതമേ ഇപ്പോഴുള്ളൂ, ഈ നല്ല പ്രായത്തിൽ നീ ജീവിതം കണ്ണുനീരിൽ കുതിർത്ത് കളയാതെ സുഖമായിട്ട് കുഞ്ഞുങ്ങളോടൊത്ത് സന്തോഷമായിട്ട് മുമ്പോട്ട് ജീവിക്കുക. അവൻ എന്നെങ്കിലും നിങ്ങളോട് ചേരണമെന്ന് തോന്നുമ്പം, അവന് അങ്ങനെ ഇഷ്ടം തോന്നുകയാണെങ്കിൽ അന്നവൻ പിന്നെ യോജിക്കട്ടെ, അതുവരെ അവിടെ വന്ന് കടന്നു പോട്ടെ. അങ്ങനെ ഒരാളുണ്ടെന്നേ നീ ചിന്തിക്കാൻ പോകണ്ട, അവനോട് ദേഷ്യത്തിനും പോകണ്ട, വഴക്കിനും പോകണ്ട, ഒന്നിനും പോകണ്ട. അങ്ങനെ കുറച്ചങ്ങോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ ഇവിടെ എന്നോട് ടീച്ചർ, ഞാൻ നമ്പർ തരാൻ, ടീച്ചർ വിളിച്ച് ഒന്ന് ഉപദേശിക്കുമോ? ഞാൻ പറഞ്ഞു, മോളെ അത് കൂടുതൽ ബുദ്ധിമുട്ടേ നിനക്കുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ ഫ്രണ്ട്സിനോടൊന്നും അവൾ ഈ കാര്യം പങ്കുവയ്ക്കില്ല. കാരണം അവിടെ ഉള്ളവർക്കൊക്കെ ഇത് ടീച്ചർ, ഞാൻ സ്കൂളിലൊക്കെ വളരെ പ്രാഗൽഭ്യത്തോടെ പോകുന്നത് കൊണ്ട് അവർക്കൊക്കെ അതിൽ ചെറിയ ഒരു അസൂയൊക്കെ എന്നോടുണ്ട്. അപ്പോൾ എന്നെ ചവിട്ടാനൊരു ഏണി ഞാൻ തന്നെ വെച്ച് കൊടുക്കണ്ടല്ലോ എന്ന് ഞാൻ ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റിയൊരു സുഹൃത്ത് എനിക്കൊട്ടില്ല താനും. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് അത്രയും നല്ല സുഹൃത്തുക്കൾ ആണെങ്കിൽ മാത്രമേ നമ്മുടേതായ ഈ വക വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ പാടുള്ളൂ അല്ലേ? അങ്ങനെയാണല്ലോ. അതവൾക്ക് തോന്നി. അത് കാരണം കൊണ്ട് അവൾ അതൊന്നും ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ അവൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനൊരു ആളുണ്ടെങ്കിൽ നമുക്ക് അത്രേ ഒരു മനസ്സിനൊരു റിലാക്സേഷൻ അല്ലേ. പക്ഷേ അത് പങ്കുവയ്ക്കാവുന്നുള്ളവരോടെ പങ്കുവയ്ക്കാവൂ, നമുക്കതിന് സൊല്യൂഷൻ നന്നായിട്ട് പറഞ്ഞു തരുന്നവരോടെ പങ്കുവയ്ക്കാവൂ, നമ്മുടെ വിഷമത്തിൽ പങ്കുചേരുന്നവരോടെ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാവൂ. അല്ലാതെ നമ്മുടെ വിഷമം മുക്കാലും ആളുകളും, ഭൂരിഭാഗം ആളുകളും നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ ഒക്കെ മുതലെടുക്കാനേ നിൽക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടി. അതുകൊണ്ട് നീ ആരോടും ഇതൊന്നും പറയാൻ പോകണ്ട, നിനക്ക് എപ്പോഴും വേണേലും എന്നെ വിളിക്കാൻ, സംസാരിക്കാം, നീ ഒന്നും വിഷമിക്കണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ജോലിയുണ്ടല്ലോ, നല്ല ഒന്നാന്തരം ജോലി, വീട് വയ്ക്കാനൊന്നും നിൽക്കണ്ട, നല്ല ഒരു സുരക്ഷിതമായ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, വാടക വീട്ടുകാർ നല്ല ആൾക്കാരാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അവിടുത്തെ അമ്മയോട് മാത്രം ചെറുതായിട്ട് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നവൾ പറഞ്ഞു. അപ്പം അവർ നല്ല ഒരു ഉപദേശം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവർക്കത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാര്യമായൊരു, പക്ഷേ വിദ്യാഭ്യാസമുള്ള നമ്മളെക്കാട്ടിലും അനുഭവജ്ഞാനം അവർക്കൊക്കെ കാണുമല്ലോ മോളെ. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ നീ കേട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകൂ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞു, നിനക്ക് നല്ലൊരു ജോലിയല്ലേ ഭഗവാൻ തന്നിട്ട്, ആരോഗ്യമുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളുമാണ്, അപ്പം നിനക്ക് ഒട്ടും പേടിക്കണ്ട. അവരെ നന്നായിട്ട് വളർത്തി അവരൊരു ജോലിക്ക് പ്രാപ്തരാക്കിയതിന് ശേഷം മാത്രമേ അവരെ കല്യാണം കഴിച്ചു വിടാവൂ. അപ്പം നിനക്കൊരു ജോലി ഉള്ളതുകൊണ്ടല്ലേ നിനക്കൊന്നും വിഷമിക്കണം, അല്ല ഇങ്ങനെയുള്ള വിഷമം ഉണ്ടെങ്കിൽ പോലും നിനക്കത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ആത്മധൈര്യവും
സാമ്പത്തികവും ഒക്കെ ഉള്ളത്. സാമ്പത്തികം എല്ലാത്തിനും ഒരു കണക്കിന് ഒന്നും അല്ലെന്ന് ആരും പറഞ്ഞാലും സാമ്പത്തികം എല്ലാത്തിനും ബേസ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതേസമയം നിനക്ക് ജോലിയില്ല, അവനൊന്നും തരികയില്ല. ആ സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ, അങ്ങനെയുള്ള സന്ദർഭങ്ങളല്ലല്ലോ. അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുക, മനസ്സിനെ പുണ്ണാക്കണ്ട. ജോലി വളരെ ശ്രദ്ധിക്കൂ. കൃത്യമായി ജോലിയുടെ കാര്യം, കുട്ടികളുടെ കാര്യം, വീട്ടുകാര്യമൊക്കെ നടത്തുക. ആവശ്യമില്ലാതെ അനാവശ്യ ചിന്തകളൊന്നും മനസ്സിൽ കയറ്റി വെച്ച് പോകേണ്ട. ഇത് ജീവിക്കേണ്ട നല്ല സമയമാണിത്. ഭർത്താവ് മരിച്ചു പോയി എത്രയോ കുട്ടികൾ ജീവിക്കുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് അവൻ മരിച്ചു പോയെന്ന് നീ അങ്ങ് ചിന്തിക്കുക. മറ്റു വിഷയങ്ങളൊന്നും നീ മനസ്സിലേക്ക് എടുക്കണ്ട. എത്രയോ ഇപ്പം ഇതിനേക്കാളും എത്രയോ ചെറുപ്പമായിട്ടുള്ള കുട്ടികൾ ഭർത്താവ് മരിച്ച് ജീവിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കേ. അപ്പോൾ അതുകൊണ്ട് നിനക്കെല്ലാം പറയാൻ നിനക്ക് 2 മക്കളുണ്ടല്ലോ, അതുതന്നെ വലിയൊരു അനുഗ്രഹമല്ലേ. അവിടെ വിഷമിക്കേണ്ട, സമാധാനമായിട്ടിരിക്കും എന്നാണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത്. ഈ വിഷയം നിങ്ങൾ മനസ്സിലെടുക്കുക. നിങ്ങൾക്ക് എന്ത് സജഷനാണ് അവളോട് പറയാനുള്ളതെന്ന് എന്നോട് പറയണം. എനിക്ക് അത് അവളോട് പങ്കുവയ്ക്കാമല്ലോ. ഞാൻ ഈ പാലക്കാട് ചെന്നിട്ട് അവളെ വീട്ടിലേക്ക് വരുത്തി വേണമെങ്കിൽ 2-3 ദിവസം 2 അവധി ദിവസങ്ങളിൽ പിള്ളേരും അവളും കൂടെ അവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കുക, നമ്മുടെ പുരുഷന്മാർക്കൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു കുടുംബജീവിതത്തിലേക്ക് ഏർപ്പെട്ടാൽ പിന്നെ വേറെ എന്തിനാണ് ഒന്ന് ചിന്തിക്കുന്നത്? അതുപോലെ നമ്മുടെ സ്ത്രീകൾക്കും, ഒരുപാട് സ്ത്രീകൾക്കും ഇത് അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്, അല്ലാതെ അയാൾ വേറെ സ്ത്രീകളുടെ കൂടെ ഒന്നും പോയതല്ല. അപ്പോൾ ആ ഭർത്താവ് മരിച്ചപ്പോൾ അയാളുടെ ഓർമ്മയും വെച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയും വളർത്തി ജീവിക്കേണ്ടതിന് പകരം ഒരു കുടുംബത്തിൽ കയറി മുള കരച്ച് കിളക്കുക എന്ന് പണ്ട് പറയും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് എന്തിനാണ് നമ്മളെടുത്ത് നമ്മുടെ കുടുംബത്ത് കൊണ്ടുപോയി ഇത് തുലയ്ക്കേണ്ട കാര്യം? അതുകൊണ്ട് ഇത് ഞാൻ എല്ലാവരോടും, എൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയുക, നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നാമത് ഇങ്ങനെയുള്ള ജീവിതം നയിക്കരുത്. രണ്ടാമത് നിങ്ങൾ മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ ദുഃഖമുണ്ടാകാനുള്ള ഒന്നും നിങ്ങളുടെ വഴി, മറ്റു സ്ത്രീകളുടെ മനസ്സിന് വേദനപ്പെടുത്തുന്ന ഒന്നും നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സന്ദർഭത്തിൽ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞാനിതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്നോട് പങ്കുവയ്ക്കണം. എനിക്ക് എന്നിട്ട് അത് ക്രോഡീകരിച്ച് വേണം അവളോട് പറയാൻ. എല്ലാവരോടും സ്നേഹം മാത്രം സരസ്വതി ടീച്ചർക്ക് എല്ലാവരെയും ഞാൻ പ്രത്യേകം അന്വേഷിക്കുന്നു. നിങ്ങളുടെ ക്ഷേമത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും നേരം കേൾക്കുന്ന എല്ലാ എൻ്റെ വ്യൂവേഴ്സിനോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും സുഖമായും സൗഖ്യവുമായി ഇരിക്കുക എന്ന് നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.